വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ തന്നെയാണ്. ഇന്ന് വേറെ ഇങ്ങോട്ടല്ല കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ്, വയനാട്ടിലേക്ക് വൈത്തിരിക്ക്. നമ്മളിപ്പോൾ ആ ചുരത്തിലെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ലീവും വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് റോഡുമേൽ ഇങ്ങനെ കാണാനുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് വെസ്റ്റ് കൈതപ്പൊയിൽ ഫേമസ് ബേക്കറിയിൽ ഇറങ്ങിയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. പുറത്ത് നല്ല വെയിലും ചൂടുമാണ് കേട്ടോ. നല്ല ബ്ലോക്കാണ് കേട്ടോ ചുരത്തിൽ. നമ്മൾ വൺ സൈഡ് മാത്രമേ ഇങ്ങനെ പോകുന്നുള്ളൂ. ഈ ഒരു സൈഡ് പോയി കിട്ടിയാൽ ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒന്ന് വൈത്തിരി എത്തിയാൽ മതി, ബാക്കിയുള്ള ഒരാളെ നിന്നോട്ടെ. ഞങ്ങൾ രാവിലെ അങ്ങനെ വന്നീനു കേട്ടോ ചുരത്തിൽ, രണ്ടാമത് വരെ വന്നീനു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വലിയ തിരക്കൊന്നും ഇല്ല അല്ലേ, ആൾക്കാരൊക്കെ കയറി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. വെക്കേഷൻ ആയാൽ പിന്നെ എല്ലാവർക്കും വയനാട് റിസോർട്ടിലും ഹോം സ്റ്റേയിലും എല്ലാവർക്കും വയനാടാണ് ഇഷ്ടം. വയനാട്ടിൽ നല്ല തണുപ്പ്, കുറച്ചൊരു ക്ലൈമറ്റ് അടിപൊളിയാണല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇതാ ചുരത്തിലെ തിരക്കും ബ്ലോക്കും കഴിഞ്ഞ് നമ്മൾ ഒരുവിധം എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വയനാട് വൈത്തിരിയിലാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് നമ്മുടെ വയനാട് ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 വീക്കൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയിട്ടില്ലെങ്കിൽ പോയി കാണും, നല്ല അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത് വെക്കേഷൻ ടൈമാണ്, പിന്നെ ഇതാ റോഡ് സൈഡിലാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനുമ്പോൾ വായിച്ചിനോട് തെറ്റിയിട്ട് വീട്ടിൽ കയറാണ്ട് നിൽക്കണ്ടോ. അതിന് മുമ്പ് വായിച്ച് ഫോൺ ചെയ്യുമ്പോൾ അവള് ഫോൺ വാങ്ങിക്കൂല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ട് വായിച്ച്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നിട്ട് അവിടെ വാതിക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, വീട്ടിലേക്ക് കയറാണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് ഓളെ കൊണ്ട് ക്ഷണിച്ച് കൊണ്ടുവരണോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ നാത്തൂമാരും വല്യമ്മച്ചിയും വായിച്ചിയൊക്കെ ആണ് കേട്ടോ. അമ്മച്ചി ഇതാ കിച്ചണിൽ അതിനും ഉമ്മച്ചും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വൈക്കന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ റെഡിയാക്കി വെച്ചോളി. ഞങ്ങൾക്ക് അത്രക്കും വിശപ്പുണ്ട്, കാരണം ചുരത്തിൽ കുറേ ടൈം ബ്ലോക്കിലിരുന്നില്ലേ, ആകെ ക്ഷീണിച്ച് പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ വന്ന് ഫുഡിലേക്ക് തന്നെയാണ് വീണത്. നല്ല നെയ്ച്ചോറും കോഴിമുളക് ഇട്ടതും തലച്ചോറ് ഫ്രൈ ചെയ്തതും ബീഫ് ഫ്രൈ ചെയ്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേബേജ് ഉപ്പേരി പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഫുഡൊന്നും കഴിച്ചില്ല, നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. എൻ്റെ ഫേവറേറ്റ് ഫുഡാണിത്. അപ്പോൾ ഇത് എൻ്റെ വലിയ ബ്രദറാണ്. ഹലോ, അങ്ങനെ ഇതാ ഞങ്ങൾ വയനാട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്ക് ഒന്ന് കിടന്ന് ഉറങ്ങി എണീച്ച് ഇപ്പോൾ ഇതാ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ചിലപ്പം ചേകാടി പോകണമെന്ന് വിചാരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവ് പോയിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മൾ പോണ സ്ഥലമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇനുമ്മ നീ എങ്ങോട്ടാ പോകുന്നത്? ഇതാണ് ഞങ്ങൾ കൽപ്പറ്റ ബൈപ്പാസിനാണ് കയറിയത്. കാരണം ഇപ്പോൾ ടൗൺ കൂടി പോയി നല്ല തിരക്കായിരിക്കും. സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചേകാടിക്ക് മറ്റേ സുഖുവേട്ടൻ്റെ ചായക്കടയിലാണ് പോകുന്നത്. പഴംപൊരിയും ചായ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കട ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. പോയി അവിടെ എത്തിയാൽ കട ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല, കാരണം 6:30 ആവും അവിടെ എത്താനാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ പോയി നോക്കട്ടെ എന്താ സ്ഥിതി. പഴംപൊരിയും ചായയും കിട്ടുമല്ലേ, കാറ്റ് മാത്രമാണോ കിട്ടുക എന്നുള്ളത് അവിടെ എത്തിയാൽ അറിയാം. പിന്നെ നല്ല തിരക്കുവാണല്ലോ ഈ ഒരു ടൈം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും കുറേ സമയമാകാൻ മതി. നമുക്ക് വഴിയും അറിയൂല. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തിലാണ് പോകുന്നത്. ചിലപ്പോൾ ഒന്ന് കാട്ടിൽ ഉറങ്ങേണ്ടി വരും. ഇപ്പം നമ്മൾ മാനന്തവാടി റോഡിന് കയറി കിട്ടും. ഈ
ഈ റൂട്ടിലാണ് പോകേണ്ടതെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മൾ ആ റോഡിൽ കയറി കുറച്ച് മുമ്പോട്ടൊന്ന് പോകുന്നുണ്ട്. നല്ല ഉറക്കം വരലാണ്. രാവിലെ നേരത്തെ എണീച്ച് ചാടിക്കാൻ പോണേം കൊണ്ട് രാവിലെ എണീച്ചിട്ടുണ്ടായി. അതിനും ഉറങ്ങി, മീനും ഉറങ്ങി. എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റൂല. ആദ്യമൊക്കെ വണ്ടി കയറിയാൽ മുക്കറ്റം കിടന്നുറങ്ങുന്ന ഞാനായിരുന്നു. ഇപ്പം വ്ലോഗ് തുടങ്ങിയ ശേഷം ഉറങ്ങുമ്പം തൊട്ടപ്പുറത്ത് നിന്ന് അലാറം ഇങ്ങനെ അടിഞ്ഞുകൊണ്ട് നിൽക്കും. എണീക്ക് എണീക്ക് എണീക്ക്, വീഡിയോ എടുക്കുക തന്നെ. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയലേ ഇല്ല. എനിക്കാണ് വണ്ടി കയറിയാൽ അപ്പം ഉറക്കം വരും. ഒരു 5 മിനിറ്റ് സമയം എനിക്കൊന്ന് ഉറങ്ങണം. ഒരു ചായ കുടിച്ചാൽ ചിലപ്പം ഉറക്കത്തിനൊരു നാറ്റൊക്കെ കിട്ടിയെങ്കിലേ അതിനോട് ഉറങ്ങിക്കോളാൻ ഭയങ്കര സ്നേഹം. ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടില്ലേ. ഇനിയും 39 മിനിറ്റ് ഉണ്ട് നമ്മളെ ലൊക്കേഷനിലെത്താൻ. നമ്മൾ കണിയാമ്പറ്റൊക്കെ കഴിഞ്ഞ്, കമ്പളക്കാട് കഴിഞ്ഞ്, കണിയാമ്പറ്റ കഴിഞ്ഞ് എന്തായാലും ഇരുടാവും. ഇപ്പൊ നമ്മള് ഇതിപ്പോ എവിടുന്നാണ്? കൊല്ലൂരിലോ കൂടൽക്കടവ് എന്ന് പറയുന്നൊരു റോഡിലൊക്കെ തിരിഞ്ഞിട്ടോ ഇവിടേക്കാണ് കാണിക്കുന്നത്. കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടല്ലേ. അനുമാ ഇറങ്ങി എണീച്ചോ? ചായ വേണോ? പഴംപൊരി ചായ ആണോ വേണ്ടിയേ? റോസ്റ്റഡ് വേണോ? എന്താ വേണ്ടിയേ? ഷവർമ വേണോ? എന്താ വേണ്ടിയെന്ന് പറയും. ജ്യൂസ് വേണോ? അതാ വേണ്ടി. പക്ഷെ ഇവിടെ കടയൊന്നുമില്ല. കടയുള്ളിടത്ത് എത്തിയിട്ട് വാങ്ങി തരാം കേട്ടോ. അതിനുമൊരു ഉറക്കോ കയ്യിലടിച്ച അതൊക്കെ മാറിയ എന്തൊരു സുഖാലേ. എന്നറിയാണ്ട് ഇങ്ങനെ കിടത്തുറങ്ങാം. വീണ്ടും നമ്മൾ ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലേക്ക് കയറി. ഏത് പുഴയാണെന്ന് എനിക്കറിയില്ല. അടിപൊളി ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മൾ പോണത്. 2 സൈഡും വയലാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ശരിക്കും നമ്മൾ കണ്ടാലേ അത് ഫീൽ ചെയ്യും. ക്യാമറയിലൊന്നും അത്ര അങ്ങോട്ട് നമുക്ക് കിട്ടിയത് വരില്ല. ശരിക്കും ഇങ്ങനെ കാണുമ്പോഴേ ആ ഒരു അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടും. ദാസനക്കര എന്ന് പറയുന്ന സ്ഥലമാണിത്. അക്കരയാലും ഇക്കരയാലും സ്ഥലം അടിപൊളിയാണ്. ആന വരുന്ന സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ. ഫെൻസിങ് ഇടുന്നുണ്ട് ഫുള്ളായിട്ട്. അതിന്റെ പണി നടന്നുകൊണ്ട് അടിപൊളി. ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ഇവിടെ ആന മരിച്ചു പോയതാണ്. ഈ നാട്ടുകാരായിട്ട് ഭയങ്കര ഇണക്കുള്ളവരാണ്. സ്റ്റോറി ഞാൻ കേട്ടില്ലല്ലോ. നാട്ടുകാർ ഭക്ഷണം കൊടുക്കുക അതൊക്കെ ചെയ്യുന്ന ആന ഉണ്ട്. ആന മരിച്ചു. കംപ്ലീറ്റ് 2 സൈഡില് ഫെൻസിങ് ആണ്. പക്ഷെ ക്യാമറ കാണുന്നില്ല കേട്ടോ. കയ്യിലെടുത്ത് പിടിച്ചാൽ ഞാൻ കാണട്ടെ. മടിയായതുകൊണ്ടാണ് വേറെ വിചാരിക്കുന്നത്. നമ്മളെ ശരിക്കും മൈസൂർ കാട്ടിലൊക്കെ പോയാലോ ഉണ്ടല്ലേ കാണാന്. ഏതായാലും വന്നാല് സുഖേട്ടന്റെ ചായക്കടയിൽ നിന്ന് പഴംപൊരിയും ചായയും കിട്ടിയില്ലെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോണ എക്സ്പീരിയൻസ് ചെയ്യാം. 2 സൈഡിൽ താഴോട്ടൊക്കെ നല്ല വയലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ റോഡ് ഇങ്ങനെ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ടാണ് ഒന്നും കാണാത്തത്.
വന്നാൽ മുതലാവും, അത്രയ്ക്ക് പറയാം. അടിപൊളിയാണ്. ആനുണ്ടോ കഴിഞ്ഞുമ്പോ? ആനുണ്ടല്ലോ ഉണ്ടോ? ആനുണ്ടോ നമുക്ക് ആദ്യം ആനനെ കാണുന്ന ആൾക്ക് സമ്മാനം എടുക്കാം. മാൻകൂട്ടുണ്ട്, രാവിലെ മാൻകൂട്ടല്ല, മാൻകൂട്ടം. പക്ഷേ ദൂരെയാണുള്ളത്. ഒന്നാമത് ഇരുട്ടായി തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അത്ര ഒരു ക്ലിയർ കിട്ടുന്നില്ല. നല്ല ഇരുടാകുന്നുണ്ട്. സമയം 6:15. അത് ചീവീട് കരയുന്ന സൗണ്ട്. വയല്, കാടിന്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വയല്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴ ചാറി പോയിട്ടോ. മണ്ണിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. അവിടെ നല്ല നാടൻ ഉച്ചഭക്ഷണം കിട്ടും. ഉച്ചക്കല്ല വന്നത്, അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. അറിഞ്ഞില്ല, ഞങ്ങൾ ഉച്ചക്ക് വരികയായിരുന്നു. ഇതാണ് കുറവ ഐലൻഡിക്കുള്ള റോഡാണ് ഇട്ടത്. ഇതുണ്ടോ? അല്ലെങ്കിലേ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ആനയും മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ അന്ന് ഒരു ഈച്ചനെ പോലും കാണും. അങ്ങനെ ഒരു പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടോ നോക്കാം, ഇന്ന് ആനനെ കാണുമോ നോക്കാം. അത്ര കാര്യം. ഒരാളിവിടെ പേടിച്ചിട്ട് ഗ്ലാസ് ഒക്കെ പൊക്കിണ്ട്. ആന വരുന്ന ചോദിച്ചിട്ട് ഗ്ലാസ് ഒക്കെ പൊക്കിണ്ട്. ഭയങ്കര ധൈര്യ. ഞാന് കാറിന്ന് പുറത്തിറങ്ങിയിട്ട് കാറ് ലോങ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുലിയൊന്നും ഉണ്ടാവില്ലായിരിക്കും, നല്ല കാടാണ്. ലാസ്റ്റ് എല്ലും പല്ലും നഖവും മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. കുറച്ച് ഫ്രണ്ടിലേക്ക് ഓടാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ ഒറ്റക്ക് പോവാ. നല്ല സൗണ്ട് കിട്ടില്ലേ? ചീടിൻ്റെക്ക് പേടിയാകുന്നുണ്ട് സത്യത്തിൽ. ഒരു കുറേ ബേക്കിലുള്ള കേട്ടോ. കൂട്ടാതെ ഒരു പോയി. അടിപൊളി കാട്. കെട്ടിപ്പറഞ്ഞ് കിടക്കുന്ന മരം. ഇന്ന് കൂട്ടിട്ട് പോയി. ഞാൻ കേട്ടു. ഈ കാട് അവസാനിക്കുന്നിടത്ത് അസ്ലം OMൻ്റെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ കുറച്ച് ഹൈപ്പ് കൂട്ടിയൊക്കെ പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽകൃഷിയാണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതേപോലെ നെൽകൃഷി കാണുന്നത്. ഞാനൊക്കെ ചെറുതാവുന്ന ടൈമിനൊക്കെ ഇങ്ങനെ നെൽകൃഷിയൊക്കെ കാണല്. ഇപ്പം വയലൊക്കെ നികത്തി നെൽകൃഷികളൊന്നും അങ്ങനെ ഇല്ലല്ലോ. വേറെ വാഴക്കൃഷി, കപ്പ കൃഷി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ലൊരു നാടൻ ഗ്രാമം തന്നെ. നല്ലോണം വരുന്ന സ്ഥലം തോന്നുന്നത്. കംപ്ലീറ്റ് ഫെൻസിങ് വീടിൻ്റെ മുറ്റത്തേക്ക് വരെ എത്തിച്ചു.
അങ്ങനെ ഇതാ നമ്മൾ വയലിൻ്റെ നടുവിൽ കാറൊക്കെ നിർത്തി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഇതാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ എൻ്റെ കാക്കക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്ഥലം. നല്ല മനുഷ്യന്മാർ, വയലൊന്നും മണ്ണിട്ട് നികത്താത്ത നല്ല ആൾക്കാരുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇനി സുഖുവേട്ടൻ്റെ ചായക്കടയിലേക്ക് പോവുകയാണ്. അവിടെ അടച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, നമ്മൾ പോയി നോക്കട്ടെ. ആ വയൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഈ ഒരു പാലത്തിലേക്കാണ് കേട്ടോ. താഴെക്കൂടി ഒഴുകുന്നത് കബനി നദിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വയനാട് അതിനോട് കബനി തന്നെ ആയിരിക്കും. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഏതായാലും പ്രകൃതി അതിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും കനിഞ്ഞ് നൽകിയ ഒരു നാട്. അവിടെയുള്ള ആളുകൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, അതിന് നശിപ്പിക്കൊന്നും ചെയ്യാണ്ട്. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ടോ. സുഖുവേട്ടൻ്റെ ചായക്കട ഇവിടെ ഓൾറെഡി അവർ ക്ലോസ് ചെയ്യാണ്, ഒക്കെ ക്ലീൻ ചെയ്യാണ്. പിറ്റേ ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവരണം. ആ വെള്ളം കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ സുഖുവേട്ടന്. കുറേ നാളായിട്ടുള്ള ഞങ്ങളൊരാഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വരിക എന്നുള്ളത്. എന്നെക്കാളധികം കാക്ക കഴിഞ്ഞു കേട്ടോ ഇവിടെ കാണണം വരണമെന്ന്. കാരണം ഒരുപാട് വ്ളോഗൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം കുറച്ച് ലേറ്റായി പോയാലും അവൻ അവസാനം നമ്മളിവിടെ എത്തി. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഉണ്ട് എന്നാണല്ലോ. അപ്പം ഇപ്പോഴായിരിക്കും ആ ഒരു സമയം ആയി ഉണ്ടാവുക. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പാലില്ല, കട്ടൻ ചായ ഉണ്ട് എന്ന് പറഞ്ഞു. ഓ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പഴംപൊരി നല്ല ചൂടോടക്കനെ തന്നെ നമുക്ക് തന്നിട്ട് ഒരു ഒന്ന് തീരെ മധുരം വേണ്ടേ? നമുക്ക് ചായ വേണോ? നിങ്ങളെ വീട് ഇവിടെ അടുത്താണോ? ചെറിയ ഇതെത്ര? ഒരു 4 ചായ അല്ല 3 ചായ 4 കടി. അത് വേണ്ട 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 മുട്ടായി ഒന്നും വേണ്ട. ഞങ്ങൾ പോയിട്ടോ. നിങ്ങൾ ഇവിടെ എടുക്കട്ടെ? എന്നാ ശരി അമ്മ, ഞങ്ങൾ പോയിട്ടോ. ഇല്ല കഴിക്കാല്ലേ. അപ്പോൾ നമ്മൾ പോവാണ്. രാത്രിയായി സുഖുവേട്ടൻ്റെ ചായക്കടയിലെത്തിയപ്പോൾ. പകലതിന് നല്ല ഭംഗി ഉണ്ടാകുന്നു കേട്ടോ. ഇത് ഈ കട കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, നമ്മൾ പോവാണ്. ശരിക്കും നമുക്ക് കുറച്ച് ടൈം കൂടി അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുതല്ലോ, ഒരു കട ക്ലോസ് ചെയ്യുന്ന ടൈമായില്ലേ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് ചേകാടിയും സുഖേട്ടൻ്റെ ചായക്കടയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത്രക്കും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നത് പോലെയൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്കും സുഖേട്ടനൊക്കെ നല്ല കിടിലൻ സ്വഭാവമായിരുന്നു കേട്ടോ. അങ്ങനെ ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് സ്ഥിരമായിട്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ ഇതാ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൽപ്പറ്റ എത്തിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് കാര്യം പറയാൻ മറന്നുപോയി. കാറിൻ്റെ ബാക്കിൽ ഇതാ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് വന്നിട്ട് കേട്ടോ. ഞാനും കുട്ടികളും മാത്രമേ കഴിച്ചുള്ളൂ. കാക്ക സാലഡും ജ്യൂസുമാണ് കഴിച്ചുള്ളത്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തും എൻ്റെ. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാണ്ട് ഇവിടെ എത്തിയപ്പോൾ ആക്രാന്തം മൂത്ത് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. പിന്നെ ഞാൻ ഈ ആടിനെ പോലെ ഇങ്ങനെ ചമച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. പിന്നെ അതാ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവർ ഫുഡൊക്കെ ആയിട്ട് റെഡിയാക്കി കാത്ത് നിൽക്കുകയായിരുന്നു നമ്മളെ. അങ്ങനെ ആ ഫുഡും പിന്നെ നമ്മൾ തന്നെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.